നമസ്കാരം, ഞാൻ ശ്രീനാഥ്. നിങ്ങൾക്ക് പലർക്കും അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ഒരു ആശങ്കയുണ്ടാകുന്ന കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ കൊല്ലപ്പെടാം. അപ്പോൾ ആരായിരിക്കും നമ്മുടെ കൊലയാളി? നമുക്കൊപ്പം ഉറങ്ങുന്ന നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നെഞ്ചിന്റെ ചൂട് പറ്റി വളർത്തി വലുതാക്കിയ നമ്മുടെ സ്വന്തം മക്കൾ വരെയാകാം. ഇതാണ് ലോകം. ഈ ലോകത്തിൽ കണ്ണില്ലാത്ത ക്രൂരതയുടെ തുടക്കം ജോളിയിൽ നിന്നോ, മകനെ കടലിലെറിഞ്ഞു കൊന്ന ശരണ്യയിൽ നിന്നോ, അതുമല്ലെങ്കിൽ കാമുകന് കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയിൽ നിന്നോ അല്ല. സോഫിയ, അതാണ് പേര്. ഇങ്ങനെ ഒരു സ്ത്രീക്ക് കഴിയുമോ എന്ന് നമ്മൾ ഞെട്ടലോടെ പരസ്പരം ചോദിച്ചു പോകും. സ്വന്തം കാമുകന് വേണ്ടി ഭർത്താവിന് സയനൈഡ് ഓറഞ്ച് ജ്യൂസിൽ കലർത്തി നൽകിയവൾ. 2 വർഷം നീണ്ട പ്ലാനിങ്ങിനൊടുവിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ സോഫിയ എന്ന കൊല്ലം സ്വദേശിയായ യുവതിയുടെ ഡയറി കുറിപ്പുകൾ വായിച്ച ഓസ്ട്രേലിയൻ പോലീസ് പോലും ഞെട്ടിപ്പോയി. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ കഴിയുമോ എന്ന് അവർ ശങ്കിച്ചു. 2015 സാമിന്റെ കൊലപാതകമെങ്കിൽ 2013 അവൾ ഡയറിയിൽ ഇങ്ങനെ എഴുതി: എനിക്ക് നിന്റെ കയ്യിൽ ഉറങ്ങണം, എനിക്ക് നിന്റേതാകണം, പക്ഷേ നീ എന്റേതല്ലല്ലോ. നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമോ? നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒടുവിൽ ഇങ്ങനെയും: നമ്മൾ ചെയ്യാൻ പോകുന്നതിന് നല്ല പ്ലാനിംഗ് വേണം. പ്ലാനിംഗ് ഇല്ലാത്ത ആശയം വെറും സ്വപ്നം മാത്രമാണ്. ഈ ഡയറി കുറിപ്പുകളുടെയും തുടർന്നുള്ള കഥയുടെയും വിശദവിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.